പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. എന്നെ സൗഖ്യമാക്കും ക്ഷമായഹോവാ, എന്നും അവനുണ്ട്. യഹോവാ എന്നെ സൗഖ്യമാക്കും ക്ഷമായഹോവാ, എന്നും അവനുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. 1 സാമുവേൽ 26-ാം അധ്യായം നിങ്ങളെ സമയം പോലെ വായിക്കണം. സാവൂൾ രാജാവ് ദൈവം അഭിഷേകം ചെയ്ത വ്യക്തിയാണ്. ഈ സാവൂളിന് ദാവീദിനോട് മനസ്സിന് വൈരാഗ്യമായി. ദാവീദിനെ കൊല്ലുവാനായിട്ട് കൊട്ടാരത്തിലൊക്കെ വെച്ച് കുന്തമൊക്കെ എറിയുന്ന അത്ഭുതമായിട്ട് ദാവീദ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു. സാവൂളിൻ്റെ മകൻ ജോനാഥനുമായിട്ട് ദാവീദിന് നല്ല ഹൃദയബന്ധം, നല്ല സ്നേഹത്തിലായിരുന്നവർ സാവൂളിൻ്റെ മകനുമായിട്ട്. ഈ മകൻ ദാവീദിനെ കാര്യങ്ങളൊക്കെ അറിയിക്കും. അവസാനം പലതവണ കൊല്ലുവാനായിട്ട് ഉദ്യമിച്ചിട്ട് നടന്നില്ല. ദാവീദ് അവസാനം ജീവന് വേണ്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട ദാവീദിനെ സാവൂള് പിന്തുടരുകയാണ്. അതാണ് 1 സാമുവേൽ 26-ൽ പറയുന്നത്. അങ്ങനെ ദാവീദ് ജെഷീമോന്റെ കിഴക്കുള്ള ഹക്കീലാ കുന്നിൽ ഒളിച്ചിരുന്നു. കരുത്തരായ 3000 പട്ടാളക്കാരെ കൂട്ടി സാവൂള് അവിടേക്ക് വന്നു ദാവീദിനെ പിടിക്കാനായിട്ട്. ദാവീദ് അവിടെ ഒളിച്ചു കഴിയുക. അതെങ്ങനെയോ അറിഞ്ഞിട്ട് അവിടേക്ക് സാവൂള് 3000 പട്ടാളക്കാരെയുമായിട്ട് വന്നു. എന്നിട്ട് അവിടെ കൂടാരമടിച്ചു, താവളമടിച്ചു. വചനം പറയുന്നു, സാവൂൾ തൻ്റെ സൈന്യാധിപനും നേറിൻ്റെ മകനുമായ അബ്നേറിനോടൊത്ത് കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടെത്തി. സാവൂൾ കൂടാരത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു. പട്ടാളക്കാർ അതിനു ചുറ്റും പാടയമടിച്ചിരുന്നു. സാവൂള് കൂടാരത്തിൽ കിടക്കുക. അവിടെ വചനം പറയുന്നു, സാവൂളിൻ്റെ തലയ്ക്കൽ സാവൂളിൻ്റെ കുന്തം കുത്തി നാട്ടി. ഒരു കൂജ, വെള്ളം കുടിക്കുന്ന കൂജയും അവിടെ വെച്ചിരുന്നു. ദാവീദ് ഇത് കണ്ടുപിടിച്ചു. ദാവീദ് അവിടേക്ക് വരാൻ ശ്രമിക്കുക. അപ്പോൾ ദാവീദ് പറയുകയാണ്, എന്നോടൊപ്പം പോരുവാൻ ആരുണ്ട്? ദാവീദ് ചോദിക്കുക. ദാവീദിനോട് കുറച്ചുകൂടെ ഒളിച്ച് പമ്മിയിരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അബീഷായി പറഞ്ഞു, അങ്ങയുടെ കൂടെ ഞാൻ വരാം. അബീഷായി പറയാ, അങ്ങയുടെ കൂടെ ഞാൻ വരാം. അങ്ങനെ ദാവീദും അബീഷായും കൂടെ സാവൂളിൻ്റെ കൂടാരത്തെ ലക്ഷ്യമാക്കി. അവിടെ ആര് പറഞ്ഞ 3000 പട്ടാളക്കാരുടെ പാളയമടിച്ചു. ഒറ്റ വ്യക്തി പോലും അറിയാതെ ദാവീദും അബീഷായും കൂടെ സാവൂളിൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ സാവൂള് കിടന്നുറങ്ങുകയാണ്. സാവൂളിൻ്റെ കുന്തം അവിടെ നാട്ടിവെച്ചിട്ടുണ്ട്, കൂജയും ഇരിപ്പുണ്ട്. അബീഷായി ദാവീദിനോട് പറയുക, ഇതാ നിന്റെ ശത്രുവിനെ കൊല്ലാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം. ഈ കുന്തം ഇവൻ്റെ നെഞ്ചിലൂടെ ഞാൻ കുത്തിയിറക്കി ഭൂമിയെ തറയ്ക്കാം. ഇപ്പോൾ ഇവനെ കൊല്ലാം. അബീഷായി പറയാ, ഇപ്പോൾ സാവൂളിനെ ഒറ്റ കുത്തിന് ഈ കുന്തം ഉപയോഗിച്ച് കൊല്ലാമെന്ന് അബീഷായി പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞതാണ്. ദാവീദ് അബീഷായോട് പറഞ്ഞു, അവനെ കൊല്ലരുത്. കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിട്ടിരിക്കാൻ ആർക്ക് കഴിയും? ഉണ്ടോ? സാവൂള് അഭിഷിക്തന, കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തിയാ. ദാവീദ് പറയാ, കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് ആർക്ക് നിർദോഷനായിട്ടിരിക്കാൻ പറ്റും?
വേണേ അപ്പോൾ സാവൂളിനെ കൊല്ലാം. ദാവീദ് അബീശായോട് പറഞ്ഞു, വേണ്ട, കൊല്ലരുത്. കർത്താവിൻ്റെ അഭിഷിക്തനെതിരായിട്ട് ഞാൻ കരമുയർത്തുകയില്ല. ഒരു കാര്യം ചെയ്യാം, ഈ കുന്തവും കൂജയും എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. അവിടെ നിന്ന് അവരാ കുന്തവും കൂജയും എടുത്തിട്ട് പോയി അതിൻ്റെ അക്കരെ മലയിൽ കയറുന്നിട്ട് ഒരു ഒച്ചത്തിൽ വിളിച്ചു. ഒച്ചത്തിൽ വിളിച്ചപ്പോൾ ഒരു പട്ടാളക്കാരൻ വിളിച്ചു ചോദിച്ചു, ആരാണ് ശബ്ദമുണ്ടാക്കി രാജാവിൻ്റെ ഉറക്കം കെടുത്തുന്നത്? എന്നെ പറഞ്ഞു, ഇത് ദാവീദാണ്. ആ ചോദിച്ചോട് പറയാ, നീ എന്തുകൊണ്ട് നിന്റെ രാജാവിൻ്റെ ജീവനെ സംരക്ഷിക്കാതിരുന്നു? അന്നേരമാണ് മനസ്സിലാകുന്നത്, ദാവീദ് ചോദിക്കുകയാണ്, നിന്റെ രാജാവിൻ്റെ അടുത്തിരുന്ന രാജാവിൻ്റെ കുന്തവും കൂജയും ഇപ്പോഴത്തെ എൻ്റെ കൈവശമുണ്ട്. സാവൂളും ഉണർന്നു. എന്നിട്ട് സാവൂളിനോട് പറയുകയാണ്, ഇതാ കുന്തവും കൂജയും എൻ്റെ കൈവശമുണ്ട്. എന്നിട്ട് 23-ാമത്തെ വചനം പറയുന്നു, ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ഇന്ന് കർത്താവ് അങ്ങേ എൻ്റെ കയ്യിലേൽപ്പിച്ചു, എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. ഓരോ വിശ്വാസിയും തീരുമാനിക്കണം, കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ വിമർശിക്കത്തില്ല, കുറ്റം പറയത്തില്ല. കർത്താവിൻ്റെ അഭിഷിക്തനെ ദ്രോഹിക്കുന്ന ഒരു പരിപാടിക്കും കൂട്ടുനിൽക്കത്തില്ലെന്ന് വിശ്വാസികൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. വിധിക്കുവാൻ നിനക്കെന്താ അവകാശം? വിധിക്കുന്ന നീയും അതേ തെറ്റുകൾ തന്നെ ചെയ്യുന്നു, എന്നിട്ട് വിധിക്കാൻ നിനക്കെന്താ അവകാശം? വചനത്തിൽ ചോദിക്കുക, എന്താ നിനക്ക് വിധിക്കാൻ അവകാശം? വിധിക്കുന്ന നീയും അതേ തെറ്റുകൾ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷിക്തൻ വീണാൽ കർത്താവ് താങ്ങും. കാരണം ഒരു അഭിഷിക്തനെ തിരഞ്ഞെടുത്തത് കർത്താവാണ്. അവിടെ കർത്താവിന് താങ്ങാൻ അറിയാം, കർത്താവ് താങ്ങി ഇരിക്കും. സങ്കീർത്തനം 20:6, കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവിടുന്ന് തന്നെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമരുളും, വലത്തു കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. കർത്താവ് തൻ്റെ അഭിഷിക്തനെ താങ്ങും. തൻ്റെ വലത്തു കൈകൊണ്ട് തൻ്റെ അഭിഷിക്തന് മഹത്തായ വിജയം നൽകും. സ്വർഗത്തിൽ നിന്ന് തൻ്റെ അഭിഷിക്തന് ഉത്തരമരുളും. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ അഭിഷിക്തനെ പിടിക്കും. കർത്താവ് തൻ്റെ അഭിഷിക്തനെ താങ്ങിയിരിക്കും. ഹല്ലേലൂയ. കാരണം ഒരു പുരോഹിതൻ ജീവിതം മുഴുവൻ കൊടുക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. വൃദ്ധമന്ദിരങ്ങളിൽ കഴിയുന്ന പ്രായമുള്ള വൈദികർ ഒന്ന് ഓർത്തു നോക്കിയേ. അവർ അനുഭവിക്കുന്ന രോഗങ്ങളും സഹനങ്ങളും. കാലൊന്ന് തിരുമ്മിത്തരാനോ അല്ലെ നടുവിനൊന്ന് തിരുമാനോ ചൂടുവെക്കാനോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇവിടിരിക്കുന്ന നമുക്കാർക്കെങ്കിലും, നമ്മൾ വിവാഹം കഴിച്ച നമുക്കാണെങ്കിൽ കാലുവേദന വന്നാൽ കുഴമ്പിട്ട് തിരുമാനം ആരെങ്കിലും പറയാം, നടുവിന് തിരുമാനം ഒക്കെ. നമുക്ക് ആഗ്രഹമുള്ള ഭക്ഷണം വേണമെങ്കിൽ പറയാം, മക്കളോട് പറയാം, മോനെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേർ നല്ല പിള്ളേരാണ്, അവർ വേണേൽ മേടിച്ചു കൊണ്ട് തരും. പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊണ്ട് സഭയെ നമുക്ക് സ്നേഹിക്കാം. ആരൊക്കെ സഭയെ തകർക്കാൻ നോക്കിയാലും നടക്കത്തില്ല. കർത്താവിൻ്റെ രണ്ടാം വരവ്, അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരുന്നത്. കർത്താവിൻ്റെ രണ്ടാം വരവ് ഈ ലോകത്തിൻ്റെ അവസാനം വരെ കത്തോലിക്ക സഭ ഈ ഭൂമിയിൽ കാണും. ഈ സഭയെ തകർക്കാൻ ഒരു നാരകീയ ശക്തിക്കും ഒരു പിശാചിനും ഒരു വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും സാധ്യമല്ല. കാരണം നൂറ്റാണ്ടുകളായിട്ട് ഈ സഭയെ തകർക്കാൻ ഒത്തിരി പേര് പണിതാണ്, ഇതുവരെ തകർന്നില്ല. തകരാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഫറവോനിന്നടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യം മേകിയ മോചകനെ തിരതല്ലും ചെങ്കടലെന്ന് രണ്ടായി ഭേദിച്ച്